ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ വീട് വരെ പോവാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം എനിക്ക് അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ചെന്നിട്ട് പറയാം എന്തോ അവിടുത്തെ കാര്യങ്ങളെന്ന്. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടായും അച്ഛനും കൂടി അവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരെ ചെന്നത് അടുക്കളയിൽ കയറി എനിക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഞാൻ ഇന്ന് വീട്ടിൽ പോകാനുള്ള മെയിൻ കാരണം ഞങ്ങളുടെ അടുക്കള പൊളിക്കുകയാണ്. പൊളിച്ചിട്ട് ഒരു ഷെഡ് സൈഡിൽ അടിക്കുന്നുമുണ്ട്. ഈ വീടാണെങ്കിൽ ഒരുപാട് പഴയ വീടാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. എൻ്റെ അനിയനും എൻ്റെ കൂട്ടുകാരന്മാരും ചേട്ടായിയും എല്ലാവരും കൂടിയാണ് ഇത് ചെയ്യാൻ സഹായിച്ചത്. ഈ പിള്ളേരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന്മാർ എൻ്റെ കല്യാണ സമയത്തും ഭയങ്കരമായിട്ട് വന്ന് സഹകരിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും എല്ലാത്തിനും മുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങ് ചിക്കൻ കറി വെക്കാനായിട്ട് കയറി. ചിക്കൻ കറി വെച്ച് തുടങ്ങിയ ഞാനാണെങ്കിലും അവസാനിപ്പിച്ചത് എൻ്റെ ഫ്രണ്ട് സുധുവാണ്. ഞാനൊരു അബദ്ധം ചെയ്തു. ഞാൻ എടുത്ത പാത്രം ചെറുതായിപ്പോയി ചിക്കൻ വെക്കാനായിട്ട്. ഒരു വലിയ പാത്രം എടുക്കണമായിരുന്നു. പിന്നെ ഒരു വലിയ ഉരുളി എടുത്തോണ്ട് വന്ന് പിന്നെ അതിൽ കറി വെക്കാൻ തുടങ്ങി. കാണണോ? ചിക്കൻ കറി വെക്കുന്ന കാണണോ? കൊച്ചിനെ എടുക്കാനേ പറ്റത്തുള്ളൂ. എടുക്കട്ടെ? കാണണോ? ഇവിടെ 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 അടിപൊളി. ഒന്നും കൂടെ പറ. കേട്ടില്ല? അടിപൊളിയാണോ? അത് കേട്ട് കാണത്തില്ലടി. ഇതാണ് ഞങ്ങളുടെ ദാനു. ദാനുവിന് എല്ലാ കാര്യത്തിലും സംശയമാണ്. എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അവന്. ചിക്കൻ കറി ഇവിടെ റെഡിയായി. പിന്നെ എൻ്റെ അനിയത്തിയുടെ വക പഴമാങ്ങ പുളിശ്ശേരിയും റെഡിയായി. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി. പിന്നെ പിള്ളേർക്കെല്ലാം ഫുഡ് കൊടുത്തു. ലഞ്ചെല്ലാം കഴിഞ്ഞ് അവർ പതുക്കെ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പതുക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഷെഡിൻ്റെ സൈഡെല്ലാം ഷീറ്റിട്ട് മറയ്ക്കാൻ തുടങ്ങി. അവരത് അന്ന് തന്നെ അതെല്ലാം ഷീറ്റിട്ട് മറച്ചു. പക്ഷെ പണി ഇതുവരെ തീർന്നിട്ടില്ല. ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം.